ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും. വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി മുന്നോട്ട് ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി നോക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ നമ്മൾ കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ നോക്കും. ഡോളർ 2025 മെയ് 25 വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത്. വർഗീകരണം അനുസരിച്ച് കേരള കമ്പനി കേരള ഉപവിഭാഗത്തിൽപ്പെടുന്നു. മൂല്യനിർണ്ണയത്തിൽ 5 ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു. ഇത് പ്രതിനിധിയല്ല. ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10.8. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.7 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. 8 പോയിന്റ് സ്കോറിനെതിരെ കേരള കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് കേരള ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. കേരള 0.2% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 4.3%. കമ്പനിയുടെ വിപണി മൂലധനം കേരള മൂല്യം $4.59 ബില്യൺ. $14 ബില്യൺ ഉപവിഭാഗ മൂലധനം. കേരള 33.412% വിഹിതം വഹിക്കുന്നു. ഇത് ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $4.38 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $11 ബില്യൺ. കേരള 38.338%. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. കേരള ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 33.412%. പുസ്തകത്തിന്റെ മൂലധനം 38.338%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 15% കൂടുതലാണ്. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത്. 1 പോയിന്റ്. പഠനത്തിലുള്ള സ്ഥാപനത്തിന് $0.65 ബില്യൺ കടബാധ്യതയുണ്ട്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 15%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ റേറ്റിംഗ് നല്ലത്. 1 പോയിന്റ്. കമ്പനിയുടെ വിലവരുമാന അനുപാതം 167.5 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 562.5 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 70% കുറവാണ്. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത്. 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $27 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ലാഭം $296 മില്യൺ ആണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത്. 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 2.1 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 2.8 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 25% കുറവാണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത്. 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $2170 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $4140 മില്യൺ ആണ്.
ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. ഉപവിഭാഗത്തിൽ ശരാശരി 0.5% ഉള്ളതിനാൽ മാർജിനലിറ്റി 1.3%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 0.8%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 15.383%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 117% കുറവാണ്. കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $5,139,000. ഉപവിഭാഗത്തിൽ $2,366,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 117.2%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ 0 പോയിന്റുകൾ. ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം $30,700 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി $4,200 ആണ്. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 630%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് $2,430,000 ആണ്. ഉപവിഭാഗം $839,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 190%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 2.1%. ഉപവിഭാഗത്തിന് ശരാശരി 4.2%. ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ്. സാങ്കേതിക സൂചകം YD14 കമ്പനിക്ക് 48% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം 43%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $1,783 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലയുടെ എസ്റ്റിമേറ്റ് അജ്ഞാതമാണ്. യഥാർത്ഥ വിലയുടെ ചലനാത്മകതയും സമവായ പ്രവചനവും അജ്ഞാതമാണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. റഫറൻസ് സിസ്റ്റം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഓഹരിക്ക് $1,783.09 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്യുമിന്റെ സൂചിക. എടുക്കുക ലാഭം 1905.96 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 1660.22 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ജൂൺ 24 എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ സ്ഥിരമാകും. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ഷെയർ വിൽക്കാൻ ഒരു ബാലൻസ് ഓർഡർ ആയിരിക്കും. ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ്. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വലിയ നന്ദി.